ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവി സാലിഹ് അൽ അറോറി അടക്കം 4 പേർ കൊല്ലപ്പെട്ടു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹമാസ് ഓഫീസിനു നേരെ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് കൊലപാതകമുണ്ടായത്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സച്ചിൻ ചേരുന്നുണ്ട്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഈ ഗുഡ് മോർണിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴും പുതുവർഷം പിറന്നപ്പോഴും ഇസ്രായേലിൽ നിന്ന്, പശ്ചിമേഷ്യയിൽ നിന്ന്, ഒരു ഗാസയിൽ നിന്ന് നല്ലൊരു വാർത്തയൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുദ്ധസമാനമായ അന്തരീക്ഷം ഇപ്പോഴും തുടരുന്നു. സമാധാനമില്ലാതെ കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്ന രാവുകളും പകലുകളും ഒക്കെ മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഏറ്റവും ഒടുവിലായി ഹമാസിൻ്റെ ഉപമേധാവി കൊല്ലപ്പെട്ടു എന്ന വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നു. എന്താണ് ഏറ്റവും ഒടുവിലായി ഗാസയിൽ നിന്ന് പുറത്തു വരുന്ന വിശദാംശങ്ങൾ? ഒപ്പം ഇസ്രായേലിൻ്റെ നിലപാട് ഇപ്പോഴും കടുത്ത നിലപാടിൽ തന്നെയാണോ ഇസ്രായേൽ? കഴിഞ്ഞ ദിവസവും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഏറ്റവും ഒടുവിലത്തെ ഗാസക്കാരനെയും ഹമാസിനെയും ഇല്ലാതാക്കുന്നത് വരെ ഇസ്രായേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന തരത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാട്. തുടക്കത്തിലൊക്കെ ഇസ്രായേലിനെ പിന്തുണച്ച അമേരിക്ക മാറി ചിന്തിക്കാനുള്ള ഒരു ശ്രമങ്ങളും തുടങ്ങുന്നു. UN രക്ഷാസമിതിയുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനമായി പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ എന്തൊക്കെ? വിൻഷ പറഞ്ഞതുപോലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 3-ാം മാസത്തിലേക്ക് കടക്കുകയാണ് ഗാസയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതിയാണ് ഗാസ ഇസ്രയേലിനെ ആക്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നിരന്തരമുള്ള ആക്രമണമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നും ഗാസ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഗാസയിൽ ഇതുവരെ ആക്രമണത്തിൽ 22,185 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും നമ്മളെ ദുഃഖിപ്പിക്കുന്നത് ആ സ്ത്രീകളും കുട്ടികളുമാണ്. നിരവധികളായി ഒരു ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങളെ അടക്കം മരിച്ചു വീഴുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രയേലിൽ ഗാസയുടെ ആക്രമണത്തിൽ ഇപ്പോൾ നിലവിൽ മരണപ്പെട്ടവരുടെ എണ്ണം 1140 പേരാണ് നിലവിൽ മരണപ്പെട്ടതായി അറിയാൻ സാധിച്ചത്. ഏറ്റവും പുതിയതായിട്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗാസയുടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയുടെ സൈനിക ഉപമേധാവിയായിട്ടുള്ള സാലിഹ് അൽ അറൂറി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം അവിടെ ഉണ്ടാവും എന്നുള്ള സൂചനകളും നമ്മുടെ ന്യൂസ് ഡെസ്കിൽ അറിയാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ഈ സൈനിക മേധാവി കൊല്ലപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് UN ഇടപെട്ടതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. UN രക്ഷാധികാരി സമിതി വിളിച്ചു ചേർക്കാനുള്ള ഒരു സാധ്യതയും അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപ് നമ്മൾ ഇതേപോലെ തന്നെ UN രക്ഷാധികാരിയിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടത് അമേരിക്കയുടെ ഒരു ഇടപെടലാണ്. അതായത് ഗാസ ഇസ്രായേൽ യുദ്ധം വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി UN ഇടപെട്ടപ്പോൾ അതിനെതിരെയുള്ള വീറ്റോ പുറപ്പെടുവിച്ചത് അമേരിക്കയായിരുന്നു. അതുപോലെ തന്നെ മറ്റ് മുൻകൈയെടുത്തത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മുൻകൈയെടുത്ത മുസ്ലിം രാഷ്ട്രങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയത്. അതുപോലെ തന്നെ ഗാസയിൽ ഇപ്പോഴും നിരവധി മേഖലകൾക്കകത്ത് ഇസ്രയേലിൻ്റെ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. പുതുതായിട്ട് അറിയാൻ കഴിഞ്ഞത് തീരദേശ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഗാസയിൽ ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തി വരുന്നത്. അതേപോലെ തന്നെ തെക്കൻ ഗാസയിൽ മേഖലയിലാണ് ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ശരി, സച്ചിനാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ, ഹമാസിന് നേരെയുള്ള ഇസ്രായേൽ യുദ്ധം നടത്തി വരുന്ന പലസ്തീനു നേരെയുള്ള ഇസ്രായേലിൻ്റെ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം പങ്കുവച്ച്. ഹമാസിൻ്റെ ഉപമേധാവി ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിശദാംശങ്ങൾ. സച്ചിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.